നിരന്തരം പ്രാർത്ഥിക്കേണ്ട, നമ്മുടെ പ്രാർത്ഥന പുസ്തകത്തിലൊക്കെ എഴുതിയിട്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, ദൈവമേ എന്റെ വാഗ്ദാനം പ്രാപിക്കാൻ എനിക്ക് സഹനശക്തി തരണേ, സഹനശക്തി തരണേ, സഹിക്കാനുള്ള ശക്തി തരണേ. ഇപ്പൊ നാളെ മുതൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്. രാത്രിയേക്കാൾ നല്ലത് രാവിലെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാം, തമ്പുരാനെ ഇന്ന് എന്റെ ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, സമൂഹത്തിൽ നിന്നും, മറ്റുള്ളവരും എവിടെ നിന്നൊക്കെ സഹനം വരുന്നോ അതെല്ലാം സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണേ. പിന്നെ കുഴപ്പമൊന്നുമില്ല, കർത്താവ് ശക്തി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, പ്രാർത്ഥിച്ചാൽ മതി, തമ്പുരാൻ തരും. അല്ലെ, നമുക്കൊരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത ഒരു പ്രലോഭനം കർത്താവ് തരില്ല. ഒരു സഹനം തരുമ്പോ അതിനെ അതിജീവിക്കാൻ പറ്റാത്ത ഒരു സഹനം തമ്പുരാൻ നമുക്ക് തരില്ല. നമുക്ക് പറ്റുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആ സഹനം നമുക്ക് തന്നേക്കുന്നത്. ചിലർക്ക് അച്ഛാ എന്തിനാണ് ഇത് തന്നെ, ഇതിനെ തന്നെ എനിക്ക് തന്നെ, ഇതിനെ നിനക്ക് തന്നത്, ഇതിനെ നിനക്ക് സഹിക്കാൻ പറ്റുമെന്ന് തമ്പുരാൻ അറിയാവുന്നതുകൊണ്ടാണ്, അതുകൊണ്ട് ഇതിനെ തന്നെ തന്നെ. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും തരുമായിരുന്നില്ല, പേടിക്കണം, അതിനെ തന്നെ. പക്ഷെ നീ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇതിനെ സഹിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം.